ഇത്രയും ദിവസം ദുരന്തം ഉണ്ടായി ഇത്രയും കാലം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് എത്തുമ്പോഴും സർക്കാർ ഈ ഭൂമി കൊടുക്കാൻ പോകുന്നൊരു ഘട്ടം വരുമ്പോഴും ഒക്കെ ഇപ്പോൾ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ഇത്രയും വീടുകൾ പൈസ ഞങ്ങളൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു കൃത്യമായി അദ്ദേഹം എൻ ശ്രീകുമാർ പോലും പറഞ്ഞ ഒരവസ്ഥയുണ്ടല്ലോ, അതുണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ ചില പ്രതീതികൾ സൃഷ്ടിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്ത്രപൂർവ്വം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ എൻ ശ്രീകുമാർ വരെ എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് നടത്തിയത്. ഗവൺമെന്റിന് ഭൂമി വാങ്ങാൻ 1 വർഷത്തിലധികം വേണ്ടി വന്നു, ഞങ്ങൾ കോൺഗ്രസിന് ഭൂമി വാങ്ങാൻ 3 മാസമേ വേണ്ടി വന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ് ഇവിടെ. ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന എന്നാണ്? ജൂലൈ മാസം 30-ാം തീയതി 2024 അല്ലേ? ഇപ്പോൾ അത് 2 വർഷം തികയാൻ പോവുകയാണ് ഈ വരുന്ന ജൂലൈ മാസം 30-ാം തീയതി. ഭൂമി രജിസ്റ്റർ ചെയ്തത് ഒരാഴ്ച മുമ്പല്ലേ രജിസ്റ്റർ ചെയ്തു എന്ന് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ ദുരന്തം നടന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1.5 വർഷം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ വെറും 3 മാസമേ വേണ്ടി വന്നുള്ളൂ എന്ന്. എന്നാൽ ഈ ദുരന്തം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള നടപടി കേരളത്തിന്റെ ഗവൺമെന്റ് തുടങ്ങിയില്ലേ? ആ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ വിധി വന്ന ദിവസം അന്ന് രാത്രി തന്നെ പണം കെട്ടിവെച്ച് ഒറ്റ രാത്രി കൊണ്ട് ആ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തില്ലേ? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ദിവസത്തിന്റെ കുറവ്, 1 മണിക്കൂറിന്റെ കുറവ് വന്നോ? സുപ്രീം കോടതി വിധി അച്ചടിച്ച് ഒപ്പിട്ട നിമിഷം തന്നെ കോടതിയിൽ പണം കെട്ടിവെച്ച് ആ ഭൂമി ഏറ്റെടുത്തില്ലേ? ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 410 പേരുടെ വീട് ഈ മാർച്ച് മാസം നിർമ്മിച്ച് താക്കോൽ കൈ കൊടുക്കുകയാണ്. 106 പേർ പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പ് വേണ്ട, ഞങ്ങൾക്ക് നഷ്ടപരിഹാര തുക തന്നാൽ മതി. 15 ലക്ഷം രൂപ നഷ്ടപരിഹാരവും വാങ്ങിച്ച് അവർ അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവരുടെ ബന്ധുക്കളോടൊപ്പം വീട് വെച്ച് താമസിക്കുന്നു. അതേപോലെ കൃത്യമായി ഗവൺമെന്റ് പറഞ്ഞ ഓരോ വാക്കും പാലിച്ച് മുന്നോട്ട് പോവുകയല്ലേ? ഇപ്പൊ ഇന്നലെ ഒരു മനോരമ ഇന്നൊരു നുണവാർത്ത സൃഷ്ടിച്ചു. അവിടുത്തെ ദുരന്ത ബാധിതർക്ക് വാടക ഇനത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന പണം നിർത്തിവെച്ചിരിക്കുന്നു, കൊടുക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ നുണ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് വലിയ തരത്തിൽ നമ്മളെ അപമാനിച്ചു. ത്രിപുരയ്ക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തു. വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി ചുഴലിക്കാറ്റ് കൊണ്ടുവന്ന തമിഴ്നാടിന് കൊടുത്തു കോടികൾ. ആ സമയത്തൊക്കെ നമുക്കൊന്നും തരാതെ മുൻ വർഷങ്ങളിൽ അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ടിന്റെ വിഹിതം മാത്രം അനുവദിച്ച് ഞങ്ങളെല്ലാം തന്നു എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിച്ചപ്പോഴും നെഞ്ചോട് ചേർത്ത് ആ ദുരന്ത ബാധിതരെ സംരക്ഷിച്ച ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആദ്യം കോൺഗ്രസ് പറഞ്ഞു 100 വീട്, അതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു 100 വീട്. കർണാടകത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ 10 കോടി രൂപ തരും. ഇവിടെ ഇപ്പൊ 20 കോടിയുടെ കണക്കൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് 10 കോടി എന്നാണ്, സബ്ജക്ട് ടു ക്ലാരിഫിക്കേഷൻ. അതുപോലെ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട്. ആ പണം പിരിക്കാൻ ഒരു ആപ്പ് ഉണ്ടാക്കി. മിസ്റ്റർ എൻ ശ്രീകുമാർ, ആ ആപ്പ് എവിടെ പോയി? ആ ആപ്പ് ഇപ്പൊ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി എത്ര പണം കിട്ടിയെന്ന് നമുക്കറിയാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടിലിന്റെ അതിജീവിത 3 അവരുടെ FIA സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, ആ ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വാചകങ്ങളുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ 100 വീട് ആവിയായി പോയോ? രാഹുൽ ഗാന്ധിയുടെ 6 വീട് എങ്ങനെ മറ്റു തരത്തിൽ ആവിയായി പോയോ? ഈ കർണാടക ഗവൺമെന്റ് തന്ന 10 കോടി എങ്ങനെയാ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വരുന്നത്? ആന കയറി ചവിട്ടിക്കൊല്ലുന്ന 3 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് നിങ്ങൾ ആർക്കാണ് വീട് വെച്ച് കൊടുക്കുന്നത്? ഗവൺമെന്റിന്റെ ടൗൺഷിപ്പിൽ ഒരാൾക്ക് 10 സെന്റ് വീതം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആകെ ദുരന്തത്തിൽപ്പെട്ട 416 പ്ലസ് 110 526 പേർക്ക് ഗവൺമെന്റ് തന്നെ വീട് ഓർ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ആർക്കാണ് എന്ന് ആങ്കർ താങ്കളോട് ചോദിക്കുമ്പോൾ താങ്കൾ എന്താ പറഞ്ഞേ? ആദ്യം വീട് പണിയട്ടെ എന്നാ. ഈ വീട് പണിയട്ടെ എന്ന് തന്നെയാണ് ജനം ആഗ്രഹിക്കുന്നത്. കാരണം ഇതുവരെ ഒരു തറക്കല്ലിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇപ്പൊ ആധാരം നടത്തിയ ഭൂമി, ആ ഭൂമിയിൽ വീട് വെക്കാൻ പറ്റിയ സാഹചര്യമുണ്ടോ? കായലിന്റെ അടുത്താണ്, വെള്ളക്കെട്ട് വരുന്ന സമയമാണ്, ആന ഇറങ്ങുന്ന കാടാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കബളിപ്പിക്കുകയാണ്, നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ ദുരന്തബാധിതരുടെ പേരിൽ ആപ്പ് തുറന്ന് ലക്ഷങ്ങൾ കോടികൾ പിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പിരിച്ച കോടികൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ആവശ്യം എന്താണെന്ന് ഞാൻ വിവരിക്കുന്നില്ല, ജനങ്ങൾക്കറിയാം. ഉദാഹരണ സഹിതം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് നിങ്ങൾ വിസ്മയം, അത് ഇത് ബോംബ്, മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ മറുപടി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോഴും നിങ്ങൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? ഈ കോൺഗ്രസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപട മുഖം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടൊരു സാഹചര്യം ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു.
ആരെങ്കിലും നവമാധ്യമ പ്രചരണത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി തിരിച്ചു കൊണ്ടുവരാനും ശരി സത്യം അവരെ ബോധ്യപ്പെടുത്തുവാനും വികസനത്തിന്റെ രാഷ്ട്രീയം അവരെ ബോധ്യപ്പെടുത്തുവാനാ ഞങ്ങൾ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്. ഈ ചർച്ചയിൽ ഞങ്ങൾ ഇന്നും ഇന്നലെയും മിനിങ്ങാന്നൊക്കെ വരുമ്പോൾ നൂറുകണക്കിന് വീടുകൾ കയറി ഇറങ്ങി. കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും BJP-ക്കാരുടെയും എല്ലാം വീട് കയറി അവർ ചോദിക്കുന്ന സംശയങ്ങൾക്കടക്കം കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ കരുത്ത് ഈ സംസ്ഥാന ജനങ്ങളാണ്. അതുകൊണ്ട് ആ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഞങ്ങളോടൊപ്പം നിർത്തി ഞങ്ങൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ മഹാമുന്നേറ്റം ഈ കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ആരോപണങ്ങളും നുണപ്രചരണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചോ. രാഹുൽ മാങ്കൂട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നവും VD സതീശനും K സുധാകരനും ഇതിനിടയിൽ ചെന്നിത്തല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അപകീർത്തിയും അപമാനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ കരുതി.